ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു കുർത്തി പാന്റ് വിത്ത് ഷോളിന്റെ ഒരു സെറ്റാണ് കാണിക്കുന്നത്. ഇതാണ്, നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തു നോക്കാം. ഇതാണ് നമ്മുടെ സെറ്റ്. ഇത് കറക്റ്റ് നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന സെയിം ആണ്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് തുറന്നു നോക്കാം. ടോപ്പ്, ഇതാണ് ബോട്ടം, പിന്നെ ഗ്രീൻ, അതായത് കോൺട്രാസ്റ്റ് കളറിലാണ് ഷോൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇത് ഓരോന്നായിട്ടൊന്ന് നോക്കാമേ. ആദ്യം നമുക്ക് നമ്മുടെ ടോപ്പ് തന്നെ നോക്കാം. ഇതാണ് ടോപ്പ്. നല്ല അടിപൊളി, നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് നല്ലൊരു റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കില് ഗോൾഡൻ കളറിലെ ഒരു വർക്ക്, ത്രെഡ് വർക്ക് പോയേക്കുവാണ്. ഇത് ഒത്തിരി വൈഡും അല്ല, എന്നാലൊട്ട് ബോട്ട് നെക്ക് പോലെയും അല്ല. കറക്റ്റ് നല്ലൊരു പെർഫെക്റ്റ് സൈസിലാണ് അതിന്റെ നെക്ക് പോയിരുന്നത്. പിന്നെ ഇതിലെ യോക്ക് പോർഷൻ ഫുൾ ഇതുപോലെ ഗോൾഡനും ആ ഷോളിന്റെ ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ത്രെഡ് വർക്കാണ്. ഇതാണ് ഈ ടോപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വേറെ ഡിസൈൻസ് ഒന്നുമില്ല, എങ്ങും തന്നെ കൊടുത്തിട്ടില്ല. ഇതിന്റെ ബാക്ക് നെക്കും റൗണ്ട് ഷേപ്പ് തന്നെയാണ്, ഒട്ടും ഇറങ്ങിയിട്ടുള്ളതൊന്നുമല്ല. നന്നായിട്ട് കേറിയിട്ടുള്ള ഒരു നെക്കാണ് ബാക്ക് നെക്ക് വന്നിട്ട്. ഇതിന്റെ ടോപ്പിന്റെ ആ ഒരു പോർഷനിലായിട്ട് നമ്മുടെ സൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മീഡിയം സൈസാണ് വാങ്ങിയിരുന്നത്. മീഡിയം ആയിട്ട് തന്നെ എനിക്ക് ഇതിന്റെ കൈയൊക്കെ നല്ല ലൂസാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് നമ്മുടെ സൈസ് ഏതാണോ അത് എടുത്താൽ മതി. പിന്നെ ഈ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. എന്നിട്ട് ഇതിൽ ഇതുപോലെ നെക്ക് പോർഷനിൽ വന്നേക്കുന്ന പോലെ ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില് വേറെ വർക്കൊന്നും കൊടുത്തിട്ടില്ല. ടോപ്പിൽ ആ ഒരു സ്ലീവിന്റെ പോർഷനിലും അതുപോലെ തന്നെ നെക്ക് പോർഷനിലും മാത്രമുള്ള ഒരു വർക്കേ ഉള്ളൂ. ഇതിന്റെ ബോട്ടം ഭാഗത്തിലൊന്നും കണ്ടോ, ബാക്കിലും ഇല്ല ഫ്രണ്ടിലും ഇല്ല, വേറെ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ പാന്റ് നോക്കാം. ഇതാണ് പാന്റ്. പാന്റ് വന്നിട്ട് നല്ലൊരു സ്ട്രേറ്റ് കട്ട് മോഡൽ പാന്റാണ് വന്നേക്കുന്നത്. ഇതിൽ വേറെ ഡിസൈൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആണ്. ഇതിന്റെ ടോപ്പ് വേസ്റ്റ് ഭാഗം നല്ലൊരു ഇലാസ്റ്റിക്, ഫുൾ ഇലാസ്റ്റിക് ആണ്. ഹാഫ് അല്ല, ഫുള്ള് റൗണ്ട് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ചെയ്തേക്കുവാണ്. ഇതിൽ നമ്മുടെ ആ സൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള ഇലാസ്റ്റിക് ഒക്കെയാണ്. അത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെ ഫുള്ളായിട്ടുള്ള ഇലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ. നമ്മുടെ ഈ പാന്റിന്റെ കാലിന്റെ താഴെ ഭാഗത്തും ഒന്നും വേറൊരു ഡിസൈനും വന്നിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും ഒന്നുമില്ല, പ്ലെയിനാ പാന്റ്. ഫുള്ള് ആ ഒരു ആർട്ട് സിൽക്കിന്റെ പ്ലെയിൻ ആയിട്ടുള്ളൊരു പാന്റാണ്. ഇനി അടുത്തത് ഷോള്. ഇതാണ് ഷോള്. ഇതിന്റെ ഷോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോൺട്രാസ്റ്റ് കളറില് ഫ്ലോറൽ പ്രിന്റ് വിത്ത് ടാസിലൊക്കെ ആയിട്ടാണ് ഷോൾ വന്നിരിക്കുന്നത്. ഷോള് നൂർത്ത് നോക്കാവേ. പിന്നെ ഇതിന്റെ റേറ്റ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷോള് വന്നിട്ട്. ഇതിന്റെ വീതി ഇത്രയുമേ ഉള്ളൂ വീതി. ഈ ഷോള് നമ്മൾ വൺ സൈഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വീതിയുടെ ആവശ്യമേ ഉള്ളൂ. ഇതിന്റെ നീളം, ലെങ്ത് നോക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ലെങ്ത് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞത് വൺ സൈഡ് ഇടുമ്പോൾ ഇത് നിലത്തേക്ക് മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഇച്ചിരി ഒരു സൈഡ് താന്നു പോയാൽ നിലത്ത് മുട്ടും. അത്രയ്ക്ക് നല്ല ലെങ്ത് ഉള്ള ഷോളായിട്ട്. നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 സൈഡ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തി പാന്റ് വിത്ത് ഷോൾ സെറ്റ്. അപ്പൊ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യണേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും എന്റെ ചാനൽ ഒന്ന് ലൈക്കും അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.